അതാണ് ഈ സുവിശേഷം. സുവിശേഷം എന്ന് പറഞ്ഞാൽ കുറെ ആശയങ്ങളോ അഭിപ്രായങ്ങളോ തത്വജ്ഞാനങ്ങളോ തത്വസംഹിതകളോ വാക്കുകളെടുത്ത് അമ്മാനമാടുകയോ പ്രാസൂപ്പിച്ച് പദങ്ങളിട്ട് ആ പ്രത്യേക തരത്തിൽ അമ്മാനമാടുന്ന ഒന്നുമല്ല സുവിശേഷം. തത്വജ്ഞാനം ഒന്നുമല്ല സുവിശേഷം. ആശയങ്ങളുടെ വലിപ്പമല്ല സുവിശേഷം. സുവിശേഷം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. അത് നമുക്കറിയാം, മറ്റാരുമല്ല, കർത്താവായ യേശു ക്രിസ്തു. മാനവജനതയുടെ പാപത്തിന്റെ പരിഹാരത്തിന് സ്വർഗ മഹിമകൾ വെടിഞ്ഞ് ഇഹലോകത്തിൽ ഇറങ്ങി വന്ന നസ്രയനാകുന്ന യേശു ക്രിസ്തു, അതാ സുവിശേഷം. ഈ സുവിശേഷം ഇവിടെ വന്നതാ നമ്മുടെ സ്ഥിതിക്കെല്ലാം മാറ്റം വന്നത്. നമ്മളെല്ലാം പരുവക്കേടി കിടന്നതാ. ഒരു 10-80 കൊല്ലമൊക്കെ പുറകോട്ട് പോയാൽ, വല്യപ്പന്മാരുടെ കാലം മുതൽ നോക്കിയാൽ എല്ലാം പരുവക്കേടി കിടന്നതാ. ഈ സുവിശേഷം എത്തിയതാ നമ്മുടെ സ്ഥിതിക്ക് മാറ്റം വന്നത്. കേരളത്തിന്റെ മുഖച്ഛായ മാറിയത് ഇന്ത്യയുടെ മുഖച്ഛായ അല്ല, ലോകത്തിന്റെ മുഖച്ഛായക്ക് മാറ്റം വന്നത് സുവിശേഷം വന്നതാ. സ്തോത്രം. കേരളത്തിന്റെ പഴയ ചരിത്രമൊക്കെ പഠിച്ചിട്ടുള്ളവർക്കും അത് കേട്ടിട്ടുള്ളവർക്കും അറിയാം. ഇവിടെ സാധുക്കളാകുന്ന സാധുവർഗക്കാർക്ക് വഴി നടക്കാൻ മേല, ആഭരണം ധരിക്കാൻ മേല, വസ്ത്രം ധരിക്കാൻ മേല, നല്ല വീട് പണിയാം, അങ്ങനെയൊക്കെയുള്ള കാലം ഉണ്ടായിരുന്നു. വിദ്യാഭ്യസിക്കാനൊക്കത്തില്ല. അധസ്ഥിതരാകുന്ന അധകൃതരാകുന്ന ആൾക്കാർ പള്ളിക്കൂടത്തിൽ പോകാനില്ല, അവന്മാർ അനുവദിക്കുകയില്ല. ഇപ്പൊ ഐക്യം പറഞ്ഞു കിടക്കുക. അപ്പൊ ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ മുഴുവൻ കുഴയും, ആള് പോവും. അപ്പോൾ അന്ന് പള്ളിക്കൂടത്തിൽ പോകാനൊക്കത്തില്ല, വിദ്യ അഭ്യസിക്കാനൊക്കത്തില്ല. പള്ളിക്കൂടത്തിൽ കയറ്റിയാൽ തന്നെ എല്ലാം പഠിപ്പിക്കത്തില്ല. പഠിക്കാൻ ചെന്നാൽ തന്നെ എല്ലാം മറ്റവരുടെ കൂടി ഇരുത്തുകയല്ല, മാറ്റിയിരുത്തുക മാത്രമല്ല, മറ്റവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെ ഇരുത്തുങ്ങൾക്ക് നിങ്ങൾ പഠിച്ചാൽ കുഴപ്പമാ. അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു. പിന്നെ വെള്ള വസ്ത്രം മേടിച്ചാൽ അത് വെള്ളയായിട്ട് ഉടുക്കാനൊക്കത്തില്ല. ചിരട്ടക്കരി അതിനകത്ത് കരി വാരി തേച്ച് കറപ്പിച്ചേ കൊടുക്കാൻ പറ്റില്ല. അങ്ങനത്തെ ദോഷം അതറിയായിരുന്നു. അതൊക്കെ ഉണ്ട്, പരിപാടികളാണ്. അപ്പം അങ്ങനത്തെ കാലമാ. വെള്ളത്തുണി മേടിച്ചാൽ പാവത്തങ്ങൾക്ക് വെള്ളത്തുണി കൊടുക്കാനൊക്കത്തില്ല, അവർ സമ്മതിക്കുകയല്ല. അത് കരി വാരി തേക്കണം. എന്തൊരു ദോഷമാണെന്ന് ഓർത്ത് പോകണം. ഇന്നെങ്ങാനും ആയിരുന്നെങ്കിൽ അവർക്ക് മനസ്സിലായി കളി മാറുമെന്ന് അതിനെ ഐക്യം പറഞ്ഞ് നടക്കുന്നേ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അങ്ങനത്തെ ഒരു വല്ലാത്ത ദുസ്ഥിതമായൊരു കാലമാണ്. സാധുവർഗക്കാർക്ക് വഴി നടക്കാനൊക്കത്തില്ല. റോഡിൽ കൂടെ നടന്നാൽ മേലാളന്മാർ ഓടിക്കും. ഹോയ് ഹോയ് എന്നുള്ള ശബ്ദമൊക്കെ ഉണ്ടാക്കും. ഓടി ഒളിക്കണം. അവർ പോയി കഴിഞ്ഞാൽ അതിലെ കൂടെ തെരുക്കളിൽ കൂടെ നടക്കാൻ പറ്റുള്ളൂ. അഹങ്കാരം, ജാതി സ്പർദ്ധ എന്നൊക്കെ ഉണ്ടായിരുന്നത്. ബ്രാഹ്മണോകം നരേന്ദ്രോഗമാട്യോഗം എന്നിങ്ങനെ ആമ്രേടിതം കളർന്നിടുന്ന ചാന്തര്. അപ്പൊ ഇങ്ങനെയുള്ള ജാതി സ്പർദ്ധയുള്ള കാലമാണ്. അപ്പം വഴി നടക്കാനൊക്കത്തില്ല, വിദ്യ അഭ്യസിക്കാനൊക്കത്തില്ല, തമ്മിൽ കല്യാണം കഴിക്കത്തില്ല, സഹകരിക്കത്തില്ല, ജോലി ചെയ്താൽ കൂലി കൊടുക്കത്തില്ല, പാടത്ത് പണിയെടുക്കുക. എൻ്റെ വീട് കുട്ടനാട്ടിലാണ്. എൻ്റെ ഗ്രാൻഡ് മദർ ഇപ്പോൾ ഉണ്ട്, 99 കഴിഞ്ഞു, കുഴപ്പമൊന്നുമില്ല. അപ്പം അമ്മ പല കാര്യം പറഞ്ഞ് തന്നിട്ടുണ്ട്, അതെല്ലാം എൻ്റെ ഹൃദയത്തിരിപ്പുണ്ട്. അപ്പോൾ പാടത്ത് പണിക്കെടുത്താൽ കൂലി കൊടുക്കത്തില്ല. അധികാലത്ത് പാടത്ത് ഇറങ്ങണം. ഇവിടെ ഈ കപ്പലൻ്റെ അണ്ടിയാപ്പീസ അവിടെയൊക്കെ കുട്ടനാട്ടിൽ കർഷക തൊഴിലാളികളാണ്, നെൽകൃഷിയാണ്. അപ്പോൾ പാടത്ത് പണിക്കെടുത്താൽ കൂലി കൊടുക്കത്തില്ല. വെളുപ്പിനെ പാടത്തിറങ്ങണം. കന്നിനെ വെച്ചുടുന്ന കൂട്ടത്തിൽ മനുഷ്യനെയും കൂടെ വെച്ചാൽ ഉടുന്നത്. ഒരു വശത്ത് കന്ന്, ഒരു മുഖത്തിൻ്റെ ഒരു വശത്ത് കന്ന്, ഒരു വശത്ത് മനുഷ്യൻ. കലപ്പ വെച്ച് ഉടുക. കാള പോകുന്നത് പോലെ മനുഷ്യൻ പൊക്കോണം. പോയില്ലേ അടി വീഴും, പുറന്നിടുക അടിക്കും. അപ്പം അങ്ങനത്തെ കാലമാണ്. ജോലി ചെയ്ത് കൂലി ചോദിക്കാൻ അവിടെ ചെല്ലാനൊക്കത്തില്ല. കൂലി ചോദിച്ചാൽ വിധങ്ങൾ കൂലി കൊടുക്കുകയല്ല. അപ്പോൾ ആ സമയത്ത് കമ്മ്യൂണിസ്റ്റുകാരൊക്കെ വന്ന് അവർ ഒത്തിരി കാര്യം, നല്ല കാര്യം ഒത്തിരി ചെയ്തിട്ടുണ്ട്. ആ കാലത്ത് പാടത്ത് കൊണ്ട് കൊടിയൊക്കെ നാട്ടി. കൊടി കുത്തും കണ്ടത്തിലിറങ്ങിയാൽ മതി. കൊടി വെക്കുമ്പം ഏത് മുതലാളിയുടെ കണ്ടത്തിൽ നിന്നാലും കയറിപ്പോക്കണം. കൂലിയൊക്കെ അവർ മേടിച്ചു തന്നോളൂ. അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കൂലി ചോദിച്ചാൽ കൊടുക്കുകയല്ല. പണ്ട് അന്ന് പാർട്ടിക്കാർ പാടില്ലോ, ജോലി ചെയ്തു വിയർപ്പൊഴുക്കി കൂലി ചോദിച്ചാലുടനെ പോകണമെന്നോതുപതും ശരിയോ തെറ്റോ. ജോലി ചെയ്തു വിയർപ്പൊഴുക്കി കൂലി ചോദിച്ചാലുടനെ പോകണമെന്നോതുപതും ശരിയോ തെറ്റോ. പറഞ്ഞേരില്ല. അപ്പം അങ്ങനെയൊക്കെ ഉള്ള കാലമാണ്. ഈ കാലത്ത് സുവിശേഷം ഇവിടെത്തുവാനിടയായി. നവോത്ഥാന നായകന്മാരും ഒക്കെ ധാരാളം എഴുന്നേറ്റു. ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, ഡോക്ടർ പാൽപ്പു, നല്ല ആശയം കൊണ്ട് നല്ല എഴുത്തെഴുതിയ കുമാരനാശാൻ, അങ്ങനെ ധാരാളം പ്രഗത്ഭരായ പ്രശസ്തരായ തീരദേശത്ത് പണ്ഡിറ്റ് കറുപ്പൻ, അങ്ങനെ മിടുക്കന്മാരാകുന്ന പ്രഗത്ഭന്മാരാകുന്ന സാമുദായിക ഭരണ പരിഷ്കർത്താക്കളും നവോത്ഥാന നായകന്മാരൊക്കെ എഴുന്നേറ്റ് ഇതിനിടെ പടവാളോന്നി. അതൊക്കെ വളരെ ചിന്തനീയമായ കാര്യവും വളരെ അഭിനന്ദനീയമായ കാര്യമാണെങ്കിലും ഇതിനെല്ലാം സമൂല മാറ്റം വന്നത് സുവിശേഷം എത്തിയതാണ്. അതെവിടെയും നമുക്ക് തൻ്റെ ഇടത്തോടെ പറയാം, സുവിശേഷമാണ്. ആശാൻ ആ കാലത്ത് നല്ല കോള് കൊള്ളിച്ചെഴുതി. ആശാന്റെ ആശയങ്ങളൊക്കെ ഗംഭീരമാണ്.
ഭാഷ പണ്ട് ദുരവസ്ഥ ചണ്ടാല ഭിക്ഷുകി ഇതൊക്കെ എഴുതിയ കൂട്ടത്തിൽ നല്ല കോള് വിളിച്ചാണ് എഴുതിയത്. മറ്റുള്ളവർക്കായി ഉടാനും നടുവാനും കറ്റ കൊയ്യാനും മെതിക്കുവാനും പറ്റുമീ കൂട്ടർ ഇരുകാലി മാടുകൾ മറ്റ് കൃഷിപ്പണി ചെയ്യുവാനും തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ള കെട്ടില്ലാത്തവർ തമ്മിൽ ഉണ്ണാത്തോരിങ്ങനെ ഒട്ടല്ലകോ ജാതി എന്നൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. ആൾക്കാരുണ്ടെന്നറിയാവുന്നേ. മറ്റുള്ളവർക്കായി ഉഴാനും നടുവാനും കറ്റ കൊയ്യാനും മെതിക്കുവാനും മറ്റുള്ളവർക്കായി ഉഴാനും നടുവാനും കറ്റ കൊയ്യാനും മെതിക്കുവാനും പറ്റുമീ കൂട്ടർ ഇരുകാലി മാടുകൾ മറ്റു കൃഷി പണി ചെയ്യുവാനും പറ്റുമീ കൂട്ടർ ഇരുകാലി മാടുകൾ മറ്റു കൃഷി പണി ചെയ്യുവാനും തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽ പെട്ടാലും ദോഷമുള്ളോ കെട്ടില്ലാത്തോ തമ്മിൽ ഉണ്ണാത്തോരിങ്ങനെ ഒട്ടല്ലകോ ജാതി കോമരങ്ങൾ. നമ്മള് അവരെ കുറ്റമൊക്കെ പറയാ. തൊട്ടുകൂടാത്തവരെ തീണ്ടിക്കൂടാത്തവരെ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ കെട്ടില്ലാത്തവർ തമ്മിൽ ഉണ്ണാത്തവർ. നമ്മുടെ ഇടയിലും അങ്ങനെ ചിലരൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ജാതിക്കോമരങ്ങൾ കലുതുള്ളി ആടി ഉറഞ്ഞൊരു കാലമുണ്ടായിരുന്നു കേരളത്തിൽ. ഒത്തിരി കാര്യം വിസ്തരിക്കേണ്ടത് ആ ഭാഗത്തേക്ക് സുവിശേഷമായതുകൊണ്ട് അങ്ങോട്ട് അധികം പോകുന്നില്ല. ഇങ്ങനെയുള്ള കാലയളവിലെല്ലാം ഇതിന് മാറ്റം വന്നതും മാറ്റം വരുത്തിയതും മറ്റൊന്നുമല്ല, സുവിശേഷമാണ്. യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ആത്മീക ദർശനം പ്രാപിച്ച മിഷണറി വൈദ്യന്മാർ വിദേശ രാജ്യത്ത് നിന്ന് ദീർഘദർശനത്തോടെ ദീർഘവീക്ഷണത്തോടെ ആത്മഭാരത്തോടെ ഈ കേരളത്തിൽ വന്ന്, വിശേഷിച്ച് കൊട്ടാരക്കരയൊന്നും മറക്കാൻ പറ്റാത്ത സ്ഥലങ്ങളാണ് ഈ കേരളക്കരയിൽ വന്ന് അധസ്ഥിതരാകുന്ന അധകൃതരാകുന്ന ആൾക്കാർക്ക് വേണ്ടി അഹോരാത്രം അധ്വാനിച്ച നിരവധി മിഷണറി വൈദ്യന്മാരുണ്ട്. സ്തോത്രം. സാധുക്കളെ ചേർത്തണച്ച് അവർക്ക് വിദ്യ അഭ്യസിക്കുവാൻ പള്ളിയോട് ചേർത്ത് പള്ളിക്കൂടം പണിത് അവരെ കുളിപ്പിക്കാനായിട്ട് സോപ്പ് കൊടുത്തു, പിന്നൊക്കെ പറയാറുണ്ട് സൂപ്പ് കൊടുത്തു, പിന്നെ സാൽവേഷൻ രക്ഷയുടെ ദൂത് കൊടുത്ത് അവരെ ചേർത്തണച്ച് വസ്ത്രം ധരിക്കുവാൻ അവർക്ക് അവസരമൊരുക്കി, വിദ്യ അഭ്യസിക്കുവാൻ അവർക്ക് സാവകാശമൊരുക്കി. അങ്ങനെ എന്തെല്ലാം നേട്ടങ്ങൾ അത് മുഴുവൻ എത്തിയത് സുവിശേഷം വന്നത് കൊണ്ടാണ്. നമ്മുടെ സ്ഥിതിക്കല്ല അരാജകത്വം മാറിയത്, നമ്മുടെ സകല കെട്ടുമതികൾ മാറിയത് ഈ സുവിശേഷമാണ്. ഇന്ന് രാത്രി ഈ തണ്ടുകടത്തോട് ഉറപ്പോട് നെഞ്ചെന്നെറ്റിയും പിരിച്ചു പറയണം, സുവിശേഷമാണ് നമ്മളെ ഇത്രത്തോളം ഉയർത്തിയത്. സുവിശേഷത്തെ തച്ചുടയ്ക്കുവാൻ തകർത്ത് കളയുവാൻ കച്ച കെട്ടി രംഗത്ത് വന്ന മിടുക്കന്മാര് പലരുമുണ്ട്. ഞാൻ പറയും, കച്ച അടിഞ്ഞതല്ലാതെ സുവിശേഷത്തിനൊരു കുഴപ്പവും വന്നിട്ടില്ല. അതിന്നും വെന്നിക്കൊടി പാറച്ചോണ്ടിരിക്കുക. കാരണം എന്നാണെന്നറിയാമോ? ഇത് മരിച്ചു മണ്ണോട് ചേർന്ന മാർഗമല്ല, ഉയർത്തു വന്ന മാർഗമാ. മൂന്നാമത്തെ ദിവസം കല്ലറകളെ ഭേദിച്ച് മരണമേ നിന്റെ വിഷമുള്ളവിടെ മരണമേ നിന്റെ ജയമെവിടെ എന്ന് ചോദിച്ച മരണത്തിന്റെ അധികാരിയാകുന്ന പിശാചിനെ തന്റെ മരണത്താൽ ജയിച്ച് അവൻ ജയിച്ചെഴുന്നേറ്റ മാർഗമാണ് സുവിശേഷം. പ്രൈസ് ദി ലോർഡ്. പണ്ട് പാട്ടെല്ലാം വന്നുകൊണ്ടിരിക്കുക, നാളെ ഉണ്ടല്ലോ കർത്താവിന് മഹത്വം. നരഭോജികളെ നരസ്നേഹികളാം ഉത്തമ സോദരരാകും. നരഭോജികളെ നരസ്നേഹികളാം ഉത്തമ സോദരരാകും. വിമല മനോഹര സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. വിമല മനോഹര സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. അപ്പൊ ഈ സുവിശേഷമാണ് നമ്മുടെ സ്ഥിതിക്കെല്ലാം മാറ്റം വരുത്തിയത്. ഇവിടെ ആര് ഭരിച്ചാലും ദൈവമക്കൾ പേടിക്കണ്ട. മോദി ഭരിച്ചാലും സന്തോഷം, ഇനി സോണിയാജി വരുന്നുണ്ടെങ്കിലും സന്തോഷം, രാഹുൽ കയറുക എന്നേ കയറട്ടെ, എനിക്കറിയത്തില്ല, കയറുക എന്നേ കയറട്ടെ. ഇനി മമതയോ അല്ല പെണ്ണുങ്ങളെല്ലാം ഇപ്പൊ കയറാനൊരുങ്ങി നിൽക്കുക. സ്തോത്രം. ഒന്നിപ്പോൾ പരുവക്കേടായി, തമിഴ്നാട്ടിൽ പരുവക്കേടായി. അപ്പം ആര് വന്നാലും നമ്മൾ പേടിക്കുമൊന്നും വേണ്ട. ചിലക്കൊങ്ങ് ഉപദേശിമാർക്കും വിശ്വാസിക്കൊങ്ങ് വെപ്രാണം, ഇനി എന്നതാ നിനക്കെന്നെ? രാജാക്കന്മാരെ വാടിക്കുന്നവനും നീക്കുന്നവനും ദൈവം തമ്പുരാനാ. ആരൊക്കെ ഇവിടെ ഭരിച്ചാലും ഉന്നതന് മീതെ ഉന്നതനുണ്ട്.
അവനുമിതേ അത്യുന്നതനുണ്ട്. സ്തോത്രം. സകലത്തെ നിയന്ത്രിക്കുന്നവൻ നാം സേവിക്കുന്ന കർത്താവാ. ഏത് കോലകൊമ്പൻ ഇവിടെ ഭരിച്ചാലും ദൈവമക്കൾ ഭരിക്കുന്നവരെ കണ്ട് പ്രാർത്ഥിച്ചാൽ മതി. ബാക്കി ദൈവമാ. രാജാക്കന്മാരുടെ ഹൃദയം യഹോവ കടക്കൽ നീർത്തോട് പോലെ ഇഷ്ടമുള്ള ദിക്കിലേക്ക് ദൈവം അങ്ങ് തിരിക്കും. ദൈവത്തിന് ഇതൊക്കെ കഴിയും. നീ ദൈവത്തിൽ വിശ്വസിക്ക്. യഹോവയാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് ആര് ഭരിച്ചാലും ഏത് ഗവൺമെന്റ് വന്നാലും ഭരിക്കുന്നവർക്ക് നമ്മൾ പ്രാർത്ഥിക്കും. ഇപ്പൊ കേരളത്തിൽ പിണറായി വിജയൻ, അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. അദ്ദേഹത്തിന് ദൈവത്തിൽ വിശ്വാസമുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. അതൊക്കെ ദൈവം അദ്ദേഹം കൊണ്ട് തീർത്തോളും. എനിക്കതറിയത്തില്ല. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കും. ഇനി കുഞ്ഞുഞ്ഞ് കയറി വരിക എന്നേലും ആര് വന്ന നമ്മുടെ ഉമ്മൻചാണ്ടി, പുതുപ്പള്ളി കുഞ്ഞുഞ്ഞ്, ആര് വന്നാൽ നമുക്കെന്നാ? ആര് വന്നാലും നമ്മൾ മുട്ടയിലുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിയന്ത്രിക്കുന്നവൻ ദൈവമാണ്.